ദേവിയും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒക്കെ ഞാൻ അവളോട് പറഞ്ഞതാ ഹരിയേട്ടാ. നന്ദനും ദേവികയ്ക്കും ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം വിട്ടു. മോളെ, കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ഞാൻ നന്ദനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണല്ല. മീര തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ ഓരോന്ന് പറയുന്നത്. മീര ചിലപ്പോ മോളെ മീര എന്തോ തീരുമാനിച്ചോട്ടെ, അതൊന്നും ഇവരെ ബാധിക്കാൻ പോകുന്നില്ലെന്നാ നന്ദൻ പറയുന്നത്. താൻ എന്ത് വിഡിത്തമായി പറയുന്നത്? പ്രഭ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഞാൻ പറയുന്നത് ആര് കേൾക്കാൻ? സിധു, താനെന്താ കുട്ടികളോട് പറയാത്തത്? ദേ, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയത്. ഒരാൾ തീർക്കുമെന്ന് വേറൊരാൾ ഉറപ്പിച്ചു പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോഴത്തെ ടെൻഷൻ ഇപ്പൊ ഇത് പറയുമ്പോഴും എനിക്കുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് ഇനി നന്ദനോട് ഒന്നും പറയുന്നില്ല. വെറുതെ ഞാനെന്തിനാ അവന്റെ ദേഷ്യം കാണുന്നത്? വരുന്നത് ഒന്നിച്ചങ്ങ് അനുഭവിക്കും, അത്ര തന്നെ. പ്രഭ വെറുതെ കുട്ടികളെ പോലെ സംസാരിക്കാതെ. നന്ദൻ എവിടെ? അവനെ വിളിക്ക്, ഞാൻ സംസാരിക്കാം അവനോട്. നന്ദൻ ഹോസ്പിറ്റലിൽ പോയേക്ക. മീര ഇന്ന് ഡിസ്ചാർജ് ചെയ്യല്ലേ. അപ്പോ ആ കുട്ടി നേരെ ഇങ്ങോട്ടാണോ വരുന്നത്? അതെ. എന്നിട്ടാണോ നിങ്ങളിങ്ങനെ നിസ്സാരമായിട്ടിരിക്കുന്നത്? അങ്കിൾ, എനിക്കൊരു 5 മിനിറ്റ് തരണം. മോളെ, ഓരോ മിനിറ്റ് പോലും നമുക്ക് വിലപ്പെട്ടതാ. അറിയാം അങ്കിൾ. അങ്കിളും അച്ഛനും ഒക്കെ എന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. പക്ഷേ ഒരു 5 മിനിറ്റ്. മോളെ, ആലോചിക്കാനൊന്നുമില്ലെന്നാ എനിക്ക് പറയാനുള്ളത്. പെട്ടെന്നിറങ്ങ്, നമുക്കുടനെ പോവാം. അങ്കിളും അച്ഛനും എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടാ സംസാരിച്ച. എനിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഞങ്ങളുടെ ജീവിതം അതെവിടെ ചെന്ന് നിൽക്കും? നന്ദു ഞാനും ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കും? നിന്റെ തീരുമാനം എന്താ, അത് പറ. ഇവിടെ തന്നെ നിൽക്കാനാ എന്റെ തീരുമാനം. ഒരു കൊലപാതകം നടന്ന വീടെന്ന് ചന്ദ്രോത്ത് വീടിന് നീ ചീത്തപ്പേരുണ്ടാക്കി തരുമല്ലേ? പ്രഭ, എന്താ ഇത്? മീര എന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും അവൾ എന്നെ കൊല്ലും അങ്കിൾ. അത് പിന്നീടുള്ള കാര്യം. തൽക്കാലം ഒന്ന് സേഫ് ആകുക, അതാണ് പ്രധാനം. ഇവിടെ നന്ദുവിന്റെ അടുത്തായിരിക്കും ഞാൻ ഏറ്റവും സേഫ്. പിന്നെ ഞാനും ഒരു വ്യക്തിയാ, ഭാര്യയാ. എനിക്ക് എന്റേതായിട്ടുള്ളൊരു വ്യക്തിത്വമില്ലേ? ഞാൻ കുറെ ചിന്തിച്ചു. ഇവിടെ നിൽക്കാനാ എന്റെ മനസാക്ഷി പറയുന്നേ. ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു അങ്കിൾ. പ്രഭ, വേണ്ട.
നന്ദ ഡിസ്ചാർജ് ആയി അല്ലേ? ആ അതെ. ആ മാഷിന് നന്ദനെ അറിയോ? ഞങ്ങള് നേരത്തെ പരിചയക്കാരാ. അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ സ്വന്തക്കാരായി. ഞാൻ ഔട്ട്. കൊള്ളാലോ. ആ രജനി ചേച്ചി ഫോണിൽ ഇന്നലെ എന്തോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് സംസാരിക്കാനും പറ്റിയില്ലല്ലോ. ദാ പറയാനുള്ളതൊക്കെ പറഞ്ഞോ. കണ്ടോ, ഇവര് മച്ചന്മാരായി. ഇന്നലെ സംസാരിക്കാൻ പറ്റാത്തതൊക്കെ സംസാരിച്ചോ. ദേ ഇദ്ദേഹത്തെ പരിചയപ്പെട്ട പിന്നെ വിട്ടുകളയാൻ തോന്നില്ല. ഇനി ആരെങ്കിലും വിട്ടുകളഞ്ഞാ അത് വിട്ടുകളയുന്നവരുടെ നഷ്ടാ. പറഞ്ഞില്ലേ, ഒടുക്കത്തെ പോസിറ്റീവായി മാഷ്. മാഷിന്റെ വാക്കുകൾ കേട്ടപ്പോഴാ എനിക്ക് പകുതി അങ്ങ് ഓക്കെ ആയത്. രജനി ചേച്ചി ഇങ്ങനെയാ മാഷെ, പാവാ. പരിചയപ്പെടാത്തവരുമായിട്ട് നേരെ വർത്താനം പറയാൻ പോലും പോവില്ല. കേട്ടോ നന്ദാ, ഞാനിന്നലെ ചേച്ചിയോട് പറഞ്ഞു ഇവര് രണ്ടുപേരും ഒരേ റേഞ്ചാണെന്ന്. എനിക്കെന്തോ അങ്ങനെയാ തോന്നിയേ. എന്തായാലും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടേ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്താ പിന്നെ നന്ദ, നിങ്ങൾ ചെല്ല്. മീര, കുറച്ച് അത്യാവശ്യമുണ്ട്, നമുക്ക് കാണാം. ആ മാഷെ, ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഓ, വീടറിയില്ലല്ലേ? MLA സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ വീട് ചോദിച്ചാ മതി, ആരും പറഞ്ഞുതരും. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ചെല്ലട്ടെ. കാണാം രജനി. ഇതെന്താ പുതിയ ആചാരം? പുതിയതല്ല, പണ്ടുകാലം മുതലേ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട്. ഒരു പുതിയ ജീവിതം തുടങ്ങുക. വിഷമങ്ങളെല്ലാം മാറി ഇനി അങ്ങോട്ട് ഐശ്വര്യം വരണം. അതിന് ആരതി ഒഴിഞ്ഞ് കയറ്റണം. അത് കൊള്ളാലോ, ഒരു രസമുണ്ട്. ആന്റി ധൈര്യമായിട്ട് ഒഴിഞ്ഞോ, ഞാൻ റെഡിയാ. നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. എന്തിന്? ഇനി അവനെ സങ്കടപ്പെടുത്തണ്ട. ആന്റിക്കും വിഷമാവാതെ നോക്കണം. നന്ദൻ ഇങ്ങോട്ട് നീങ്ങി നിക്ക്. ആന്റി ഒഴിഞ്ഞോ. നൈസ് എക്സ്പീരിയൻസ്. എന്റെ കൃഷ്ണ, ഞാൻ എന്തായി കാണുന്നേ? നിക്കട അവിടെ, കഴിഞ്ഞിട്ടില്ല.
ഇനിയിപ്പോ എന്താ? നന്ദൻ ദേഷ്യപ്പെടണ്ട. അമ്മ എന്തോ മനസ്സിൽ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതല്ലേ, തടയണ്ട. ദാ മോളെ, വലതുകാൽ വെച്ച് കയറ്. ഇതെന്താ കല്യാണം കഴിഞ്ഞ് വരുന്ന പോലെയാണല്ലോ അമ്മേ? കല്യാണം കഴിഞ്ഞതാണല്ലോ. ദാ മോളെ, പിടിക്ക്. മോനെ, ദേവി എവിടെ? ഫോണൊന്ന് കൊടുത്തേ. അമ്മേ, അവള് എന്താ മോനെ? എന്താണെങ്കിലും പറ. അവള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ നോക്കിട്ട് വിളിക്കാം. നന്ദ, എന്റെ മോൾ അവിടെ ഇല്ലേ? ഇല്ലേന്ന്? അമ്മേ, ദേവി ഇവിടെ കാണാനില്ല. എന്താ? അവിടെ വന്നിട്ടുണ്ടാവുമെന്ന് കരുതിയാ ഞാൻ വിളിച്ചത്. അവളെ കാണാനില്ലെന്നോ? അവളെവിടെ പോയി? എനിക്കിപ്പോ അറിയണം. ആ മീരയും പ്രഭാവതിയൊക്കെ ചേർന്ന് അവളെ കൊന്നോ? എനിക്കറിയണം. ഞാനേ ഇപ്പൊ അങ്ങോട്ട് വരാൻ പോവാ. എന്റെ മോളേക്ക് തിരിച്ചു തന്നാ മതി. അമ്മേ, ഞാൻ കൊറേ കാലമായില്ലേ അവളെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യാൻ തുടങ്ങിയിട്ട്. അമ്മേ, ദേവിയെ കാണാനില്ലെന്ന്. നന്ദേട്ടാ, ചേച്ചിക്ക് എന്ത് പറ്റി? മോളെ, അമ്മയോട് ടെൻഷൻ ആവണ്ടെന്ന് പറ. ദേവി ഇവിടെ കാണാത്തപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ. ചേച്ചി എവിടെ പോയതാ? അവൻ എന്താ മോളെ പറയുന്നത്? എന്റെ മോളെ എവിടെ പോയെന്ന് പറയാൻ പറ. ആ മീര എന്തേലും ചെയ്തോ ചേച്ചിയെ? ഏയ്, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. നമ്മളെ അങ്ങോട്ട് വരുവാന്ന് പറ. തുറന്നു പറയാ നന്ദേട്ടാ. ചേച്ചിയുടെ കാര്യത്തില് നന്ദേട്ടന് ഒട്ടും ശ്രദ്ധയില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ചേച്ചി എന്നെ വിളിച്ച് വിഷമം പറയില്ലായിരുന്നു. മോളെ, അത് നന്ദേട്ടന് ചേച്ചിയോട് സ്നേഹമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ചേച്ചി അവിടെ എങ്ങനെയാ ജീവിക്കുന്നേ? നീ നന്ദനോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചാരിയെ, അമ്മയോട് സമാധാനമായിട്ടിരിക്കാൻ പറ. ചിലപ്പോ അടുത്തേതെങ്കിലും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാവും. നീ ഫോൺ വെച്ചിട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നന്ദേട്ടാ, ആ മീര അവിടെ വന്നിട്ടുണ്ടോ? ആ, അവള് വന്നു. ആ, അപ്പൊ അത് തന്നെ കാര്യം. മീരയോട് പറഞ്ഞേക്ക് എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവളുടെ അവസാനമായിരിക്കും. മോളെ, ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. ചാരി, നിന്നോട് ഫോൺ വെക്കാനല്ലേ പറഞ്ഞത്? നന്ദേട്ടാ, നിന്നോട് ഫോൺ വെക്കാനല്ലേ പറഞ്ഞത്? നമുക്ക് നേരെ ചന്ദ്രത്തേക്ക് പോവാം. കുറച്ചു നേരം കൂടി നോക്കാമേ. പറ്റില്ല, ഇപ്പൊ തന്നെ ഇറങ്ങണം. എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. അവളാ മീര വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? എന്താ സംഭവിച്ചെന്ന് പറയേ ചേച്ചി. മീരെ ഡിസ്ചാർജ് ചെയ്ത് നന്ദു രജനീച്ചി അങ്ങോട്ട് വന്നു. മീര വന്നതുകൊണ്ടാണോ ചേച്ചി? അല്ല,
എന്നെയും മീരയും ചേർത്ത് നിർത്തി ആന്റി വിളക്കൊഴിഞ്ഞ വീട്ടിൽ കയറ്റിയത്. നിലവിളക്കം പിടിച്ച മീര ആ വീട്ടിലേക്ക് കയറിയത്. ഈശ്വരാ, എന്താ ഈ കേൾക്കുന്നത്? എന്തൊക്കെ ഈ നടക്കുന്നത്? അമ്മയൊന്ന് ബഹളം വെക്കാതെ ചേച്ചി ഒന്ന് പറയട്ടെ. ഇനി പ്രത്യേകിച്ച് പറയാനെന്താ? നീ കേട്ടില്ലേ? അമ്മ നടന്നത് എന്താന്ന് അറിയട്ടെ. കല്യാണം കഴിഞ്ഞ് വരുന്നത് പോലെ അവര് മീര എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്നിരിക്കുമ്പോഴാ പ്രഭേന്റെ അവളെ നന്ദന്റെ ഭാര്യയായിട്ട് വീട്ടിലേക്ക് കയറ്റിയത്. എന്റെ നെഞ്ച് പൊട്ടി പിളർന്നതുപോലെ തോന്നി. ഞാൻ കരുതി അപ്പ തന്നെ മരിച്ചു പോകുന്നു. മോളെ, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ തോന്നി. കണ്ണിലാകെ ഇരുട്ട് കയറും പോലെയായിരുന്നു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. മഹാപാപികള്, എന്റെ മോള് നോക്കി നിൽക്കുമ്പോ അവന്റെ രണ്ടാം കെട്ട് നടത്തിയല്ലേ? ഞാനങ്ങോട്ട് പോവാ. രണ്ടിലൊന്ന് ഇന്ന് എനിക്കറിയണം. അമ്മ ഞാനൊന്ന് ചോദിക്കട്ടെ. ചേച്ചി, നന്ദേട്ടൻ തടഞ്ഞില്ലേ? നന്ദുവിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ? താലി കെട്ടി പെണ്ണ് വീട്ടിലുള്ളപ്പോ മറ്റൊരു പെണ്ണിനെ ചേർത്ത് വെച്ച് സ്വന്തം അമ്മ വിളക്കെടുത്ത് ഒഴിയുമ്പോ അവൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ? മുമ്പ് അവൻ അവളെ താലി കെട്ടിയതും ഇങ്ങനൊരു അവസ്ഥയും പറഞ്ഞല്ലേ? അവനും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇതൊക്കെ. അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനെയാടി? നീ കൂടുതലൊന്നും സംസാരിക്കേണ്ടി. അമ്മയൊന്നും ബഹളം വെക്കാതെ. ബഹളം വെക്കാതെന്നോ? വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലേ ഇതിനകം കൊലപാതകം നടന്നേനെ. ആ പ്രഭാവതിയും മീരയൊക്കെ കൊന്നിട്ടേനെ. രജനി, നന്ദൻ എവിടെയാ? എനിക്കറിയില്ല. അമ്മ അത് നന്ദനോട് എന്നെ വിളിച്ചു ചോദിക്കും. ചേച്ചിയും അനിയനും കൂടി എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നോക്ക്, ദേവിക എവിടെയാണെങ്കിലും അവിടെ തന്നെ അങ്ങ് നിന്നോട്ടെ. ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ദേവിക ഇങ്ങോട്ട് വരണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നന്ദനും ദേവികയും കൂടിയാ. അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതവർ ചെയ്യട്ടെ. അവർക്ക് ശരിയെന്ന് തോന്നുന്നതല്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ വേണ്ടിയാ ഞാൻ ഈ ഓട്ടമൊക്കെ ഓടുന്നത്. നന്ദന്റെയും മീരയുടെയും കല്യാണം. അമ്മ ഒന്ന് ചുമ്മാതിരിക്കോ. ആന്റി, എന്താ ആന്റി, ഇവിടെ എന്തോ സീരിയസ് മാറ്റർ നടക്കാരെന്ന് തോന്നുന്നു. അല്ല, രണ്ടുപേരുടെയും മുഖം കണ്ടിട്ട് എനിക്കിങ്ങനെ തോന്നി. അതെ മീര, സീരിയസ് മാറ്ററാ. എന്താ ചേച്ചി? ഞാനിവിടെ ഒന്ന് അറിയട്ടെ. ഒരു കല്യാണ കാര്യം. ആരുടെ? വേറെ ആരുടെയാ? ഇവളുടെ തന്നെയാ. ആഹാ, അതാണോ? ആന്റി, ഞാനൊരു കാര്യം പറയാം. എന്താ? രജനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ എന്നെ തല്ലരുത്. എന്താ കാര്യം? ആന്റി, ഞാനൊരു കിടു പയ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. രജനി ചേച്ചിക്ക്. എന്റെ സജഷൻ പ്രഭാന്റി തള്ളിക്കളയില്ലല്ലോ? ഇല്ല, നമുക്ക് നോക്കാം.
അങ്ങനെയാണെങ്കിലേ ഇനി ചേച്ചിയെ കൺവിൻസ് ചെയ്തെടുക്കണം. ചേച്ചിക്ക് ഡിവോഴ്സ് ആയതല്ലേ, ചെറിയ പ്രായമല്ലേ, എന്തായാലും വേറൊരു വിവാഹമൊക്കെ സ്വാഭാവികം. MLA സിദ്ധാർത്ഥന്റെയും പ്രഭാവതിയുടെ മോൾക്ക് ഇഷ്ടം പോലെ പ്രപ്പോസൽസ് ഉടൻ വരും. ആലോചനകളിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട പേര് ഞാൻ പറയാം, ഗിരീഷ്. ഹോസ്പിറ്റലിൽ എത്തിച്ച് എന്നെ രക്ഷിച്ച ഗിരീഷ് മാഷ്. ചേച്ചി എന്തു പറയുന്നു? ഏയ് പോവല്ലേ, അവിടെ നിക്ക്. എങ്ങോട്ടേ ഓടുന്നേ? ദേ ആന്റി, ഞാൻ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഗിരീഷ് ഒരേ പൊളിയാ, കിടു. രജനി ചേച്ചിക്ക് ഇതിലും നല്ലൊരു പയ്യനെ കിട്ടാൻ പ്രയാസമായിരിക്കും. ചേച്ചി എന്തു പറയുന്നു? ആന്റി നിന്റെ സജഷൻ തള്ളിക്കളയില്ലെന്നല്ലേ പറഞ്ഞത്? അവിടെ തന്നെ ചോദിക്കും. ആന്റി, മോളെ, രജനി ഇപ്പോ ഒരു വിവാഹത്തിന്റെ മാനസികാവസ്ഥയിലല്ലെന്നാ പറയുന്നത്. അതുമല്ല, ആന്റിക്ക് നേരിട്ട് പരിചയമുള്ള പലരും ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ വല്ല IAS-കാരോ IT-കാരോ ഒക്കെ ആയിരിക്കും. അതൊക്കെ വിട്. ഇത് സ്കൂൾ മാഷ, പക്ഷെ ഒരു 1.5 മാഷ. ഇങ്ങോട്ട് കാറി വരുമ്പോ ഞാൻ വഴി വെച്ച് ഇവരൊന്ന് കൂട്ടിമുട്ടിച്ചു. പക്ഷെ രജനി ചേച്ചി എന്തോ പിടിതരുന്നില്ല. ആന്റി കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഏയ് ചേച്ചി, രജനി ചേച്ചി. ഈ രജനി ചേച്ചി എന്താ ഇങ്ങനെ? ഇനി ചേച്ചിയുടെ മനസ്സിൽ ഈ ഗിരീഷിനോട് ചെറിയ ഇഷ്ടമൊക്കെ കാണോ? മോളെ, ഇതൊക്കെ സിദ്ധുവുമായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല ആന്റി, മോളെ, എനിക്ക് കമ്പനിക്കാര്യത്തിന് 1-2 ഫോൺ ചെയ്യാനുണ്ട്. കണ്ടോ, ആ കാര്യം പറഞ്ഞപ്പോ രണ്ട് വഴിക്കായി. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ കാര്യം ഗിരീഷ് മാഷിനോട് തന്നെ പറയാം.